പ്രിയ കൂട്ടുകാരെ, അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അടിസ്ഥാന പാഠാവലിയിലെ 1-ാമത്തെ യൂണിറ്റിലെ ശാന്തിനികേതനം എന്ന പാഠഭാഗമാണ്. നടക്കുംതോറും തെളിയും വഴികൾ എന്ന ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് എസ്.കെ. പൊറ്റേക്കാടിൻ്റെ ശാന്തിനികേതനം എന്ന യാത്രാവിവരണ ഭാഗം. സുജാത ദേവി എഴുതിയ കാടുകളുടെ താളം തേടി എന്ന കൃതിയിലെ കത്താണ് പ്രവേശകമായി കൊടുത്തിരിക്കുന്നത്. 2 മാസം നീണ്ടു നിൽക്കുന്ന ഹിമാലയം യാത്രയാണ് ലേഖിക നടത്തിയത്. ആ യാത്രയെ ഹിമാലയം യാത്ര എന്ന് തന്നെയാണ് ലേഖിക വിശേഷിപ്പിക്കുന്നത്. അതിൽ നിന്ന് കുറേ ജീവിത പാഠങ്ങൾ അവർ പഠിച്ചു. വഴിവക്കിൽ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ, പീടികത്തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ, അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിലും ലോറിയിലുമൊക്കെ കയറി യാത്ര ചെയ്യാൻ, റിസർവേഷനില്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്ന് ഉറങ്ങാൻ, രോഗങ്ങളെ ചെറുക്കാൻ, സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ, സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ, ഇങ്ങനെ കുറേ പ്രായോഗിക ജീവിത പാഠങ്ങൾ ആ യാത്രയിൽ നിന്നും അവർക്ക് ലഭിച്ചു. കാടും മലയും പുഴയും സുഖകരമായ അനുഭൂതിയായി ഉള്ളിൽ നിറഞ്ഞു എന്ന് സുജാത ദേവി പറയുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലെ കണ്ണീരും നോവും ചിരിയും തൻ്റേതായി മാറി തീർന്ന പോലെ അവർക്ക് അനുഭവപ്പെടുന്നു. അനുഭവത്തിൻ്റെ ഒരു നിധികുംഭമാണ് ഹിമാലയം യാത്ര തന്നത് എന്നാണ് പറയുന്നത്. ഇതൊരു കവിതയായി എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇത്രയുമാണ് സുജാത ദേവി എഴുതിയ ഈ കത്തിൻ്റെ ഉള്ളടക്കം. യാത്രകൾ എന്തിനെല്ലാം? പ്രാചീന കാലം മുതൽ മനുഷ്യർ നിരന്തരം യാത്രയിലാണ്. വിജ്ഞാനദാഹവും സാഹസികതയും അന്വേഷണത്വരയും സഞ്ചാര കൗതുകവും ഉള്ളിലൊതുക്കി വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടി യാത്ര തുടരുന്നു. വിവിധ ഭൂവിഭാഗങ്ങളിലെ വ്യത്യസ്തരായ മനുഷ്യരെയും വൈവിധ്യസമ്പന്നമായ പ്രകൃതിയെയും ചുറ്റുപാടുകളെയും അറിഞ്ഞുള്ള യാത്രകൾ. അതിജീവനത്തിനും ഉപജീവനത്തിനും വിനോദത്തിനും വേണ്ടി നടത്തിയ ദേശാടനങ്ങൾ. സംസ്കാരവും ചരിത്രവും തേടിയുള്ള യാത്രകൾ. ഇങ്ങനെ അറിവും അനുഭവവും അനുഭൂതിയും തേടിയുള്ള മനുഷ്യൻ്റെ യാത്രകൾ ബഹിരാകാശത്തേക്ക് അപ്പുറത്തേക്ക് കടന്നുപോകുന്നു. വിനോദത്തിനും പഠനത്തിനും പ്രകൃതിയെ അറിയാനും സാഹസികതയ്ക്കും അറിവിനും അനുഭവത്തിനും വേണ്ടി യാത്രകൾ ചെയ്യുന്നു. തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള യാത്രയും നടക്കുന്നുണ്ട്. നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതി വയ്ക്കണം. എവിടേക്കെങ്കിലും പോയ ഒരു യാത്രയെക്കുറിച്ച്. സ്കൂളിൽ നിന്നും യാത്ര പോയിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് യാത്ര പോയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ഇനി യാത്രിക നേടിയ അനുഭവ പാഠങ്ങൾ ചർച്ച ചെയ്യുക. എന്തൊക്കെ അനുഭവങ്ങളാണ് സുജാത ദേവി ഈ കത്തിലൂടെ അറിയിച്ചത്? സുജാത ദേവിയുടെ യാത്ര എല്ലാ അർത്ഥത്തിലും ഒരു ഹിമാലയൻ യാത്രയായിരുന്നു. ഇക്കോളജിയേക്കാളും സോഷ്യോളജിയേക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് അവർ നന്നായി പഠിച്ചത് എന്ന് പറയുന്നു. ഇക്കോളജി എന്ന് പറഞ്ഞാൽ പ്രകൃതിശാസ്ത്രം, സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സാമൂഹ്യശാസ്ത്രം. ഇതിനേക്കാളൊക്കെ കൂടുതൽ ജീവിതത്തിലെ പരുക്കൻ ജീവിത പാഠങ്ങളാണ് അവർ നന്നായി പഠിച്ചത്. എന്തൊക്കെ പഠിച്ചു? വഴിവക്കിൽ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ, പീടികത്തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ, റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്ന് ഉറങ്ങാൻ, രോഗങ്ങളെ ചെറുക്കാൻ, സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ, സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ, ഇങ്ങനെയുള്ള പ്രായോഗിക ജീവിത പാഠങ്ങളൊക്കെ ആ യാത്രയിൽ നിന്നും സുജാത ദേവി പഠിച്ചു. അന്യരുടെ ജീവിതാനുഭവങ്ങൾ സ്വന്തം അനുഭവങ്ങളായി മാറിയ പോലെ അവർക്ക് തോന്നി. കാട്ടിനുള്ളിലെ ജീവിതത്തിൻ്റെ താളം ഒന്ന് വേറെയാണെന്നും അത് സുഖകരമായ അനുഭൂതിയാണെന്നും ആ കത്തിൽ പറയുന്നുണ്ട്. യാത്രയിൽ കൊണ്ട വെയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു.
എന്താണ് അതിൻ്റെ ആശയം? യാത്രയിലെ അനുഭവങ്ങളുടെ തീക്ഷ്ണത പിന്നീട് സുഖകരമായ ഓർമ്മകളും ജീവിത പാഠങ്ങളുമായി മാറുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യാത്രയിൽ കൊണ്ട വെയിൽ എന്നതുകൊണ്ട് യാത്രയിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും സൂചിപ്പിക്കുന്നു. എന്നാൽ തിരികെ എത്തുമ്പോൾ അതെല്ലാം തണലായി മാറുന്നു എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അതെങ്ങനെയാണ് തണലായി മാറുക? കുറച്ചു കാലം കഴിയുമ്പോൾ ആ യാത്രയിലെ അനുഭവങ്ങൾ പിന്നീട് സുഖകരമായ ഓർമ്മകളും ജീവിത പാഠങ്ങളുമായി മാറും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ശാന്തിനികേതനം എന്ന പാഠഭാഗത്ത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശാന്തിനികേതനം എന്ന സർവകലാശാലയിലേക്കുള്ള എസ്.കെ. പൊറ്റേക്കാടിൻ്റെ യാത്രാനുഭവമാണ് വിവരിക്കുന്നത്. അവിടെ കണ്ട കാര്യങ്ങൾ വളരെ രസകരമായി അവതരിപ്പിക്കുന്നു. കൽക്കത്ത നഗരത്തിൽ നിന്ന് 100 നാഴിക അകലെ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരങ്ങാടി കടക്കുന്നതോടുകൂടി പരിഷ്കാര സ്പർശമേൽക്കാത്ത ഏകാന്തമായ ഒരു ഉൾനാട്ടിൻ്റെ മടിത്തട്ടിലാണ് നാം എത്തിച്ചേരുക. നഗരത്തിൻ്റെ നിരന്തരമായ ഖരഖരാരവത്തിൽ നിന്നു നമുക്ക് തെല്ലിട നിർവൃതി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിൻ്റെ പ്രശാന്തമൂകമായ കുശലപ്രശ്നം നമ്മുടെ ഉൾത്തളിർ കോരിത്തെരിപ്പിക്കുന്നു. ശാന്തിനികേതനത്തിലേക്ക് പോകുന്ന 3 മൈൽ നീളത്തിലുള്ള പാത മുന്നിൽ കാണുന്നു. കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞും കുഴിഞ്ഞും ചേടിമണ്ണ് മൂടിയും കിടക്കുന്ന ജരാനര ബാധിച്ച ആ പടുകിഴവൻ പാത പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു. ടാഗോറിൻ്റെ സുപ്രസിദ്ധങ്ങളായ ചില ഗ്രാമീണ ചെറുകഥകളിലൂടെ ഈ നാടൻ പാതയുമായി നമുക്ക് മുമ്പ് തന്നെ പരിചയമുണ്ടോ എന്ന് തോന്നും. അപ്പോൾ ആ ഗ്രാമത്തിലെ നാട്ടുവഴികളെ കുറിച്ചാണ് എസ്.കെ. പൊറ്റേക്കാട് ഇവിടെ വിവരിക്കുന്നത്. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ച് കാണുന്നു. കേരളത്തെ കൂടുതൽ കോമളമാക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടോ ചിന്നിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട്. അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ, മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ, വാഴത്തോട്ടങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, ആൽത്തറകൾ, ആമ്പൽക്കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവെച്ച ഇവിടുത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല, അനുഭവിക്കുക തന്നെ ചെയ്യും. മലയാളം എന്ന് പറയുന്നത് കേരളത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ അതേ പ്രകൃതി ഭംഗി ആ ബംഗാളിലെ ആ ഗ്രാമത്തിലും കാണാമെന്നാണ് എസ്.കെ. പൊറ്റേക്കാട് പറയുന്നത്. പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും. ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലുമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയില്ല. അവിടെയുള്ള പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ കേരളത്തിൻ്റെ മാതൃകയിലുള്ള പുല്ലുമാടങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ശാന്തിനികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം. പാതയുടെ ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴം ഒരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകളായി മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. മേഘബാധയില്ലാത്ത എന്ന് പറഞ്ഞാൽ മേഘങ്ങളില്ലാത്ത, മാനം ആകാശം. ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ലുദൂരം നടന്നാൽ നാം കുറേ ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നെത്തും. അവിടെ നിന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല. നാം സംശയിക്കുന്നു, വിശ്വവിഖ്യാതമായ ആ സർവകലാശാല എവിടെ? വിശ്വവിഖ്യാതം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പ്രശസ്തി ആർജിച്ച. ഞാൻ അവിടെ കണ്ട ഒരു ബംഗാളിയോട് ചോദിക്കുക തന്നെ ചെയ്തു, ശാന്തിനികേതനത്തിലേക്കുള്ള വഴി ഏതാണ്? അയാൾ ആദ്യം സംശയാത്മകമായി എന്നെ ഒന്ന് വീക്ഷിച്ചു.
പിന്നെ എൻ്റെ അജ്ഞതയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നാലുപാടും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു തന്നു. ഇതെല്ലാം തന്നെ ശാന്തിനികേതനം. നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. നാം കുറഞ്ഞൊന്നു ലജ്ജിക്കുന്നു. നമ്മുടെ ഭാവനയിൽ വർത്തിച്ചിരുന്ന വിശ്വവിദ്യാലയം മാഞ്ഞു പോകുന്നു. പകരം ഒരു പുണ്യാശ്രമം മുമ്പിൽ തെളിഞ്ഞു കാണുന്നു. അപ്പം അതുവരെയും എസ്.കെ. പൊറ്റേക്കാട് തൻ്റെ സങ്കല്പത്തിൽ വിചാരിച്ചിരുന്ന ഒരു വിദ്യാലയമല്ല അവിടെ കണ്ടത്. അവിടെ ഒരു പുണ്യാശ്രമമാണ് കാണുന്നത്. അതെ, ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണഞ്ചിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ഖണ്ഡാകൃതിയിലുള്ള ശൃംഗങ്ങളോ സർവകലാശാലയുടെ നാമധേയം ബൃഹത് ലിപികളിൽ എഴുതിവെച്ച ഗംഭീര ഗോപുരദ്വാരമോ ഇവിടെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല. ഇപ്പോൾ വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറത്തിലുള്ള കെട്ടിടങ്ങളുടെ ഖണ്ഡാകൃതിയിലുള്ള മണികളുടെ ആകൃതിയിലുള്ള വലിയ ഗോപുരങ്ങളോ സർവകലാശാലയുടെ നാമധേയം പേര് ബൃഹത് ലിപികളിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിവെച്ച ഗംഭീര ഗോപുരദ്വാരമോ കവാടമോ അവിടെ കാണാനില്ല. ശാന്തിനികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല. വായുവിൽ സംഗീത വീചികൾ പോലെ പരിസരത്തിലെ വിശാലതയിൽ കുറേ കുടിലുകൾ ഉൾച്ചേർന്ന് കിടക്കുന്നു. പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ആദ്യം വിശ്വസിക്കുവാൻ കഴിയില്ലെങ്കിലും ക്രമേണ അവിടുത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നിത്തുടങ്ങും, കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താഞ്ഞത് എത്ര നന്നായി എന്ന്. അപ്പോൾ ശാന്തിനികേതനത്തിന് പ്രത്യേകിച്ച് അതിർത്തി നിർണയിക്കുന്ന ഭിത്തികളില്ല. അത് വിശാലമായി കിടക്കുകയാണ്. കുറേ കുടിലുകളാണ് അവിടെ കാണുന്നത്. പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടികളുടെയും മധ്യത്തിലാണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം അതൊരു അപരിഷ്കൃതമായി തോന്നിയെങ്കിലും പിന്നീട് ആ പരിസരവുമായി പരിചയപ്പെട്ടപ്പോൾ അവിടെ വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ വരാഞ്ഞത് നന്നായി എന്ന് എസ്.കെ. പൊറ്റേക്കാടിന് തോന്നുന്നു. കറുത്ത പരുത്ത മൺചുമരുകളും പുല്ലുമേഞ്ഞ മേൽപ്പുരയുമുള്ള ഒരു എളിയ പർണശാലയാണ് വിശ്രുതമായ കലാഭവനം. ആ സർവകലാശാലയുടെ ഒരു വിഭാഗമാണ് കലാഭവനം. വിശ്വഭാരതി സർവകലാശാലയിലെ ഒരു പ്രത്യേക വിഭാഗമാണിത്. വിശ്വഭാരതി എന്ന് പറയുന്നത് ഈ സർവകലാശാലയുടെ മറ്റൊരു പേരാണ്. വിദഗ്ധനായ ഒരു കലാകാരൻ്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിൻ്റെ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട്. 1922 ഇത് തുടങ്ങിയത്. ഇതിനകത്ത് ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വെച്ച പ്രത്യേകം ഇരിപ്പിടങ്ങളുണ്ട്. പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കാണിക്കാൻ വിശ്രുത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതിന് പുറമെ ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശന മുറിയും ഉണ്ട്. പ്രാചീനവും അർവാചീനവുമായ, പ്രാചീനം എന്ന് പറഞ്ഞാൽ പഴയത്, അർവാചീനം പുതിയത്. അപ്പോൾ പഴയതും പുതിയതുമായ പ്രശസ്തരായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ ഈ ചുമരുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവയിൽ ടാഗോർ വരച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈയക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും നന്ദലാൽ ബോസിൻ്റെ ചില ചിത്രങ്ങളും അദ്ദേഹം ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളും നമ്മെ പ്രത്യേകം ആകർഷിക്കുന്നു. കലാഭവന വിദ്യാർത്ഥികളുടെ പ്രത്യേക ഉപയോഗത്തിനായി കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രം അടങ്ങിയ ഒരു ഒന്നാന്തരം ഗ്രന്ഥശാലയും ഇതിലുണ്ട്. സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിൻ്റെ കീഴിലാണ് കലാഭവനം. ഇതിന് അകത്തെവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു. ഒരു ചിത്രകാരൻ്റെ ഭാവനയെ വികസിപ്പിക്കാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷവും കൃത്രിമമെന്ന് തോന്നാത്ത ഒരു എളിയ പശ്ചാത്തലവും കലാദേവിയുടെ ഈ കേളി ഗൃഹത്തിന് മാറ്റുകൂട്ടുന്നു.
കലാഭവനത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സംഗീതത്തിലും നൃത്തനൃത്യങ്ങളിലും അഭ്യസനം നൽകി വരുന്നു. അപ്പോൾ കലാഭവനത്തിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. കലാഭവനത്തിന് അടുത്തായി തന്നെ സംഗീത ഭവനവും ഉണ്ട്. ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത് നമ്മെ 2 നാഴിക പടിഞ്ഞാറുള്ള ശ്രീനികേതനത്തിലേക്ക് നയിക്കുന്നു. വിശ്വഭാരതിയുടെ ഒരു വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിൻ്റെ കേന്ദ്രമാണ് ശ്രീനികേതനം. ശാന്തിനികേതനത്തേക്കാൾ വിശാലമായ ഒരു സ്ഥലമാണത്. തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മ പദ്ധതികളെക്കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരു അടിത്തറമേൽ ദേശീയാദർശങ്ങൾ പണിയുവാൻ തൻ്റെ നാട്ടുകാരായ സഹോദരരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. അപ്പോൾ ശ്രീനികേതനത്തിൻ്റെ ഉദ്ദേശം അവിടെയുള്ള നാട്ടുകാരെ സഹായിക്കുക എന്നുള്ളതാണ്. ശാന്തിനികേതനത്തിലെ സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം കുഗ്രാമങ്ങളിൽ പാർത്ത് ദാരിദ്ര്യത്തോടെ എതിർത്ത് കാർഷിക വൃത്തി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു വരുന്ന തൻ്റെ ഭൂരിപക്ഷം നാട്ടുകാരുടെയും സാമ്പത്തിക സ്ഥിതിയെ കൂലങ്കഷമായി പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് 1922 മഹാകവി ശാന്തിനികേതനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ ശ്രീനികേതനം സ്ഥാപിച്ചത് അവിടെയുള്ള നാട്ടുകാരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ്. ഏതുതരം ഗ്രാമീണ പര്യവേഷണങ്ങൾക്കും പറ്റിയ ഒരു ഒതുങ്ങിയ ശാന്തമായ പരിസരമാണ് ശ്രീനികേതനത്തിനുള്ളത്. അപ്പോൾ അവിടെ വരുന്ന വിദ്യാർത്ഥികളിലെ കലാബോധം ഉണ്ടാക്കുക മാത്രമല്ല, മനുഷ്യസ്നേഹവും ഉണ്ടാക്കാനുള്ള ഒരു മാർഗം അവിടെയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. കലാപരമായ കഴിവുകൾ കുട്ടികളിൽ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അവരിൽ മനുഷ്യ നന്മയും വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിനുണ്ട്. യാത്രാ സ്മരണകൾ എസ് കെ പൊറ്റക്കാട്.